ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല. ഇവിടുത്തെ അംഗനവാടി ടീച്ചറൊക്കെ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആശാ വർക്കറും അവരൊക്കെ ഇവിടെ വന്നപ്പോൾ അവരിലൊക്കെ നിങ്ങൾ ഇവിടെ ഇനി മേലെ വരണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അവർക്ക് ഈ മറ്റേ എന്തോ പ്രസവം അവരെടുക്കാന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ അയൽവാസിക്കാർക്കൊന്നും യാതൊരു ഇടപാടുമില്ല ഇതിന്, എൻ്റെ ഭാര്യയെ നോക്കാനായിട്ട് എനിക്കറിയാം, പിന്നെ നാട്ടുകാർക്ക് എന്തൊരു കാര്യം, നാട്ടുകാർ കേൾക്കണത് 3 പ്രസവിച്ച സിസറേനല്ലേ, 4ാമത് സിസറേനായിരിക്കുമല്ലോ, അത് ഇവരെന്തിനും അതൊക്കെ അറിയണത്, അത് എനിക്കറിയാം, എൻ്റെ ഭാര്യയുടെ കാര്യത്തെ പറ്റി അറിയാനും എടുക്കാനും എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ശേഷം പിന്നെ നമ്മൾ ആരുമായിട്ട് സംസാരിക്കില്ല. ബുദ്ധിമുട്ടാവും. നേരത്തെ അഡ്മിറ്റ് ചെയ്യണം. എല്ലാ സൗകര്യം നമ്മൾ ചെയ്തു തരാം. എല്ലാ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തിട്ട് അവരൊന്നിനും ഇല്ലെങ്കിൽ പോലീസ് ഇവിടെ വന്ന് ഇവരിൽ പറഞ്ഞ സമയത്ത് ഇവരെ ഭർത്താവോ ആരോ പറഞ്ഞു, ഇനി ഞങ്ങളെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഇവിടെ വരണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത ദിവസം 2 വനിതാ പോലീസിനെ കൊണ്ട് ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചിട്ട് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം നടക്കൂല. ഭർത്താവ് ഉപേക്ഷിച്ചു പോകും, അതാണ് എന്റെ പേടി എന്നാണ് പറഞ്ഞത്. ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും, നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട്. ഇതുകൂടാതെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇത് വീട്ടിൽ വെച്ച് നടക്കുകയാണെങ്കിൽ മരണം വരെ സംഭവിക്കുന്നത് പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നിട്ടും അവർ പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നമ്മളും ആരും അറിഞ്ഞില്ല, ഒരു അനക്കം പോലും കേട്ടില്ലേ. വണ്ടി വന്ന് സബീറാരെ വീടാന്ന് പറഞ്ഞ് വണ്ടി വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പം പറയണായിട്ട് അനക്കമില്ല, തള്ളയ്ക്കും കൊച്ചിനും അനക്കമില്ല എന്ന്. അപ്പം ഇവിടെ വെച്ച് അത് മരിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി നമ്മളവിടെ റോഡിൽ നിന്നപ്പോൾ ഇതേപോലെ 108 ആംബുലൻസ് വരണുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവിടെ അറിയുന്നത്, കാര്യങ്ങൾ അറിയുന്നത്. നമ്മളെ ചേട്ടൻ്റെ വീടൊക്കെ അപ്പുറത്താണ്. ഇല്ല ഇവരിവിടെ ഒരു 7-8 മാസമായിട്ടുള്ളൂ ഇവിടെ താമസത്തിന് വന്നിട്ട്. അല്ല, അതൊന്നുമില്ല. ഇത് 2ാമത്തെ ഭാര്യ. ആദ്യ ഭാര്യ ഇവിടെ 1 മാസം 2 ആഴ്ച കൊണ്ട് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. മോളും ഉണ്ടെന്നാണ് പറയുന്നത്. ആ മോളാണ് ഈ പ്രസവം എടുക്കാൻ വേണ്ടി നോക്കിയെന്ന് പറയുന്നത്. ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല. ഇവിടുത്തെ അംഗനവാടി ടീച്ചറൊക്കെ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആശാ വർക്കറും അവരൊക്കെ ഇവിടെ വന്നപ്പോൾ അവരിലൊക്കെ നിങ്ങൾ ഇവിടെ ഇനി മേലെ വരണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അവർക്ക് ഈ മറ്റേ എന്തോ പ്രസവം അവരെടുക്കാന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സഹകരണമൊന്നുമില്ല. ഈ ഭർത്താവിനെ പേടിച്ചാണ് ഇവര്. ജോലി എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. അവൻ രാത്രി 12 മണിക്ക് വരും, 6 മണിക്ക് പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഈ സ്ത്രീയായിട്ട് ഇങ്ങനെ സഹകരണം അവര് ഈ ഭർത്താവിനെ പേടിച്ചിട്ട് അങ്ങനെ ഒന്നും പറയുന്നില്ല. ഈ പുള്ളിയുടെ മകള് പഠിക്കുന്ന ഒരു ഇതെന്നാണ് പറയുന്നത്. അക്യുപഞ്ചർ പഠിക്കുന്നതാണ് ഈ കൊച്ച്. 18-19 വയസ്സായ കൊച്ച്. 16-17. ആ കൊച്ചാണ് ഇത് മുൻകൈ എടുത്ത് ഇത് ചെയ്യിപ്പിച്ചത്. ഈ പുള്ളിയുടെ അല്ലല്ല, ആദ്യ ഭാര്യയുടെ കൊച്ചും ആദ്യ ഭാര്യയും ഈ പുള്ളിയും കൂടിയാണ് ഈ ചെയ്തതെന്നാണ് അറിവ്. രണ്ടാം ഭാര്യയെ ഉപയോഗിച്ചത്. ഇതിന് മുമ്പേ ഒരു 3ാമത്തെ പ്രസവം ഇത് നെടുവങ്ങാടാണ് ഇവർ താമസിച്ചത്. അപ്പോൾ അവിടുത്തെ നാട്ടുകാരാണ് ഇവരെ ആശുപത്രി കൊണ്ടുപോയി ഇങ്ങനെ ഈ പ്രസവം എടുത്തത്. സിസേറിയനാണ്. ആ കൊച്ചിന് 1.25 വയസ്സായിട്ടുള്ളൂ. 1.25 വയസ്സായപ്പോഴാണ് ഇപ്പൊ അടുത്ത ഗർഭിണി ആയിരിക്കുന്നത്. നാട്ടുകാരെന്ന് പറയുന്നുണ്ട് ആദ്യ ഭാര്യയുടെ കൊച്ചിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയാണോ ഇത്രയും വലിയ സംഭവം ചെയ്യേണ്ടത്? അത് പഠിക്കാൻ വേണ്ടിയാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അത് നമുക്ക് അറിഞ്ഞൂടാ കാര്യം. ഇതിപ്പം ഇങ്ങനെ ഒരു സംഭവം ഇനി ഈ നാട്ടിൽ നടക്കാൻ പാടില്ല. പോലീസ് ഇവിടെ വന്നു. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ല. പോലീസ് ഇവിടെ വന്ന് ഇവരിൽ പറഞ്ഞ സമയത്ത് ഇവരെ ഭർത്താവോ ആരോ പറഞ്ഞു, ഇനി ഞങ്ങളെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഇവിടെ വരണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത ദിവസം 2 വനിതാ പോലീസിനെ കൊണ്ട് ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചിട്ട് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം നടക്കൂല. പോലീസിന് സ്വയം കേസെടുത്ത് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാമായിരുന്നു. അന്നത്തെ CA SI ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ ഉള്ളത് പുതിയ SI CA ആണ്. പോലീസിന് പിറ്റന്ന് വനിതാ പോലീസിനെയും കൊണ്ടുവന്ന് സ്വയം കേസ് എടുത്ത് അവർക്ക് കൊണ്ടുവന്ന് ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാം. അംഗനവാടിയിലെ ടീച്ചർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഫുഡ് പോലും ഇപ്പൊ ഈ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ നല്ല നല്ല ആഹാരങ്ങളൊക്കെ കൊടുക്കുമല്ലോ, അതൊന്നും വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേണ്ട. ആരോഗ്യ പ്രവർത്തകർ ഇവിടെ നിരന്തരം വരുമായിരുന്നു. മന്ത്രി അവർ തെറ്റായിട്ട് പറയാം. നമ്മളെ മന്ത്രി അവർ കുറിച്ച് പറയാൻ അവർ ഫീലായിട്ടിരിക്കുകയാണ്.
ഭാവി കഥ പറഞ്ഞോട്ടല്ലേ കേക്ക് ഈ അടുത്ത ഭാവി ഇങ്ങനെ 3 സിസേറിയൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ആശാ വർക്കർമാരെ DMO ഓഫീസിൽ അറിയിച്ചു. DMO ഓഫീസിൽ ഡോക്ടർമാരും ബാക്കി സംഘം നിയമ പോലീസിനെയും വിളിച്ചുകൊണ്ട് രാത്രി ഒരു 7-8 മണിയാവും എന്റെ കടയിൽ നിന്നാണ് വന്നത്. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. നമ്മുടെ അംഗനവാടി ജാനുവരി മാസത്തിൽ തന്നെ അറിഞ്ഞായിരുന്നു. ഇവിടെ വന്ന് പല പ്രാവശ്യം സമീപിച്ചു. ഡോക്ടർ ശിവകുമാർ ഡോക്ടറാണ്. ഇവിടെ RCH ഓഫീസറാണ് ഡോക്ടർ കൃഷ്ണൻ. അപ്പോൾ ഞങ്ങൾ നേരത്തെ അറിഞ്ഞു. ഡോക്ടർ ശിവകുമാറും ടീമും പല പ്രാവശ്യം ഇവിടെ വന്ന് അവരെടുത്ത് പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു രണ്ടാമത് വിളിച്ച് ഞങ്ങൾക്ക് സമ്മതം അല്ല ഞങ്ങളുടെ പുള്ളിക്കാരൻ നമ്മുടെ ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിപ്പിച്ചു. പുള്ളി പറഞ്ഞാല് അത് അവർ നോക്കിക്കൊള്ളാം. നമ്മൾ അതായത് ഇപ്പൊ 3 സിസേറിയനായി 4ാമത് എന്തായാലും ബുദ്ധിമുട്ടാവും. നേരത്തെ അഡ്മിറ്റ് ചെയ്യണം. എല്ലാ സൗകര്യം നമ്മൾ ചെയ്തുതരാം. ടീമായിട്ട് തന്നെ വന്ന് ചെയ്തുതരാം. WHC കൊണ്ടുപോകും. 10 മിനിറ്റ് ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തിട്ടും അവരൊന്നിനും ബില്ലിങ്ങില്ല. ആദ്യം ഈ സ്ത്രീ ആണെങ്കിൽ ഒരു ഷമീർ, അവര് ആദ്യം നമുക്ക് പുരുഷന്റെ പേരാണ് ഷമീർ മരിച്ചുപോയാണ്. അവരാദ്യമൊക്കെ ട്രീറ്റ്മെന്റ് അവർ റിസീവ് ചെയ്യാൻ തയ്യാറായിരുന്നു. പിന്നെ അവര് തന്നെ അത് എതിർപ്പ് പ്രകടിപ്പിച്ചു. നിങ്ങളാരും വിളിക്കണ്ട എന്നാ മാഡം ജില്ലാ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചു പോകും, അതാണ് എന്റെ പേടി എന്നാണ് പറഞ്ഞത്. ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും, നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോകും. അവരുടെ ഏറ്റവും മൂത്ത കുട്ടിക്ക് 18 വയസ്സ്, രണ്ടാമത്തെ കുട്ടിക്ക് 3 വയസ്സ്, അതിന്റെ താഴെയുള്ള കുട്ടിക്ക് 1 വയസ്സ്. 3 സിസേറിയൻ. അപ്പൊ 4ാമത്തെ സിസേറിയൻ വീട്ടിൽ വെച്ച് വേറൊരു ഭാര്യയും മക്കളും ഉണ്ട് സാർ. ഇയാൾക്ക് ഇത് അല്ലാതെ ഉള്ളതാണ്. 2ാമത്തെ ഭാര്യയാണ്. അത് ഇയാളുടെ രണ്ടാമത്തെ ഭാര്യ മകളോട് ചികിത്സിക്കാൻ നിന്നോന്നാണ് അടുത്തുള്ള പല സ്ഥലത്തും അങ്ങനെ ഇന്ത്യക്ക് പുറത്തുള്ള ചില രാജ്യങ്ങളിലും നമ്മള് അംഗീകരിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് തന്നെ 3-4 കേസായി. ഇവരിത് കൂടാതെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചു. ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇത് വീട്ടിൽ വെച്ച് നടക്കുകയാണെങ്കിൽ മരണം വരെ സംഭവിക്കുന്നത് പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നിട്ടും അവര് പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾക്ക് ഒരു അസുഖം ഞരമ്പിലായിരിക്കും. ഞരമ്പില്ല, മസിലിന്റെ ശരീരത്തിലെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ഞരമ്പിലല്ല, ക്ഷേത്രത്തിൽ പല സ്ഥലങ്ങളിലും മരിച്ചെന്ന് പിന്നെ എപ്പോഴാണ് നമ്മൾ അറിയുന്നത്? ഇന്നലെയാണ് മരിച്ചത്. മരിച്ച് 4 മണിക്കൂർ കഴിഞ്ഞാണ് വെളിയിൽ അറിഞ്ഞത്. 3 മണിക്കൂർ കഴിഞ്ഞു. ആ സമയത്തല്ലേ ഇയാളുണ്ടായിരുന്നു? ആംബുലൻസ് കൊണ്ടാണ്. ഒരു 3 മണിക്ക് വേദന തുടങ്ങുമ്പോൾ തൊട്ട് ആദ്യത്തെ ഭാര്യയും മോളുമാണ് പകുതി വെളിയിൽ വന്നു എന്നാണ് പറയുന്നത്. പകുതി വെളിയിൽ വന്നു എന്നാണ് പറയുന്നത്. ഈ സംഭവം നടന്നപ്പോ 2 പോയി. ഇതിന്റെ വേറെ 2 ഉണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും അക്യുപഞ്ചർ ക്ലിനിക്കിലുള്ള ആള് വന്നോ എന്നുള്ളത് പോലീസ് സർക്കിൾ ഇന്നലെ തന്നെ വന്നു. അവിടെ എടുത്തോളൂ. പോലീസ് ഓഫീസർമാർ വന്നിട്ടുണ്ടോ? അതെ അതെ സ്റ്റേഷനിലുണ്ടോ?
മാഡം ഇത് ഏത് അക്യുപഞ്ചർ അവരാണ് ചികിത്സ തേടിയത് ചികിത്സിച്ചതുമായിട്ട് ആരാണ് വന്നതെന്ന് അറിയില്ല അങ്ങനെ എന്തെങ്കിലും അംഗീകൃത ചികിത്സാ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടോ? ഇല്ല. അക്യുപഞ്ചറിന് നിലവിൽ ചികിത്സാ അനുമതി നൽകിയിട്ടില്ല. ഈ സ്ത്രീ അതിന് മുമ്പായിട്ട് അക്യുപഞ്ചറിൽ എന്തെങ്കിലും ചികിത്സ നടത്തുന്ന കാര്യം വല്ലതും പറഞ്ഞിരുന്നു? ഏറ്റവും ഒടുവിലാണോ ഈ നടക്കുന്നത്? ഇവർ ഇവിടെ വന്നിട്ട് 8 മാസേ ആയിട്ടുള്ളൂ. അപ്പൊ ആരുമായിട്ട് സഹകരിക്കൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആരുമായിട്ട് സഹകരിക്കല്ലേ എടുക്കല്ലെന്ന്. അപ്പം അതിന് ശേഷം ഇതേപോലെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളെന്താണ് യാതാണെന്ന് എടുക്കുകയൊക്കെ ചെയ്യും, നമ്മൾ മുണ്ടേയും ചെയ്യും. 1 മാസത്തേക്ക് മുമ്പേ ആയപ്പോൾ ഇതേപോലെ സുഖമില്ലാതായപ്പോൾ എന്തരേത് ഇവിടെ ഉള്ള 2-3 പേര് തന്നെ സ്ത്രീകൾ തന്നെ അവൾ സുഖമില്ലെന്നും പറഞ്ഞുകൊണ്ട് ആദ്യ ഭാര്യയെ വന്ന് കൊണ്ടുപോകണുണ്ട്. മോളുമായിട്ട് കൊണ്ടുപോയിട്ട് പിറ്റേന്ന് ഇവിടെ വന്ന് അവരിതേപോലെ ഇവിടെ വന്നിട്ട് ആരുമായിട്ട് മിണ്ടയെടുക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ പോലീസിൽ ഈ ഹെൽത്തിൽ നിന്നൊക്കെ ആളുകൾ അറിയിച്ച് പോലീസുകാർ വന്ന് എല്ലാം ചെയ്തപ്പോൾ അവൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ അയൽവാസിക്കാർക്കൊന്നും യാതൊരു ഇടപാടുമില്ല ഇതിന്. എൻ്റെ ഭാര്യയെ നോക്കാനായിട്ട് എനിക്കറിയാം. പിന്നെ നാട്ടുകാർക്ക് എന്തൊരു കാര്യം, നാട്ടുകാർ കേൾക്കണത് 3 പ്രസവിച്ച സിസറേനല്ലേ, 4ാമതും സിസറേനായിരിക്കുമല്ലോ, ഇവരെന്തിനും അതൊക്കെ അറിയണത്, അത് എനിക്കറിയാം, എൻ്റെ ഭാര്യയുടെ കാര്യത്തെ പറ്റി അറിയാനും എടുക്കാനും എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ ആരുമായിട്ട് സംസാരിക്കില്ല. മരിച്ച പെൺകുട്ടി പുറത്തിറങ്ങി അറിഞ്ഞില്ലായിരുന്നു. വണ്ടി വന്നപ്പോഴാണ് ഇതിനു മുമ്പൊക്കെ സംസാരിക്കും എന്താന്നൊക്കെ കേൾക്കുകയും ചെയ്യും. ഈ 1 മാസത്തിനിപ്പുറം വെച്ച് ഇവനും അവൻ്റെ ഭാര്യയും വിലക്കി കാണും. നാട്ടുകാരായിട്ട് ഇടപെടൽ ഇല്ല. അവളങ്ങ് പൂന്തറ എവിടെയാണ്. അവിടെ ഇപ്പോഴാണ് ഒരു 2 ആഴ്ചക്ക് ഇപ്പുറം വെച്ചാണ് അവിടെ അവളെ മോളൊക്കെ വരെയും എടുക്കുകയും ചെയ്യണത്. വന്നിട്ട് പോവും. അവനും വല്ലപ്പോഴും ഒരുക്ക വരണം. ഇതിനു മുമ്പേ അങ്ങനെയല്ല. തള്ളയും ആ 2 മക്കൾ മാത്രം തന്നെ ഒറ്റയ്ക്ക് കിടക്കണത്. അങ്ങനെ കൂട്ടിനായിട്ടുള്ള ആളുകളൊന്നും ഇല്ലായിരുന്നു. അവൻ അങ്ങനെ ഇവിടെ ആളായിട്ട് സംസാരിക്കൂല. അപ്പൊ ഈ 1 മാസത്തിനകം സംസാരിച്ചപ്പോൾ ഇവിടെ ഉള്ള 1-2 പേരിട്ട് തന്നെ അവൻ ഇതേപോലെ ഈ ചാനൽക്കാരൻ നിന്നുകൊണ്ട് പറഞ്ഞത്, എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം, ആരും ഇതിന് ഇടപെടണ്ട എന്ന് പറഞ്ഞു. അതിനെ പറ്റി ആരും സംസാരിക്കാൻ പോകില്ല. ഇന്നലെ സംഭവം നടന്നിട്ടൊന്നും അവൻ ഇല്ല. ആദ്യ ഭാര്യയും മോളും മാത്രം തന്നെ ഉണ്ട്. അവക്കുള്ള 3 കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ മൂത്ത കൊച്ച് ഇതൊന്നും അറിയണില്ല, സംഭവമൊന്നും അറിയണില്ല. നമ്മളും ആരും അറിഞ്ഞില്ല. ഒരു അനക്കം പോലും കേട്ടില്ല. വണ്ടി വന്ന് സബീറാര വീടാന്ന് പറഞ്ഞ് വണ്ടി വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പം പറയണായിട്ട് അനക്കമില്ല, തള്ളയ്ക്കും കൊച്ചിനും അനക്കമില്ല എന്ന്. അപ്പം ഇവിടെ വെച്ച് അത് മരിച്ചാണ് അതിനെ കൊണ്ടുപോയത്. ഈ ആശാവർക്കർമാർ പോഷകാഹാരം കൊണ്ടുവരുമ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞുവിടലായിരുന്നു. അവര് ഗുളിയൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ വാങ്ങിക്കൂല, വേണ്ടെന്ന് പറയുമായിരിക്കും. അവരിട്ട് ഇവർ ചൂടായിട്ടുണ്ട്. അതൊന്നും അവർക്ക് ഇഷ്ടമില്ലായിരിക്കും. അങ്ങേരെ പേടിച്ച് അവളെ ഒന്നും ചെയ്യൂല. ഉപേക്ഷിച്ച് കളയണമെങ്കിലാന്നുള്ള ഒരു പേടിയാണ് അവക്കുള്ളത്. അതുകൊണ്ട് അവളുമായിട്ട് യാതൊരു നാട്ടുകാരായിട്ടൊന്നും ബന്ധമില്ല. എന്നാലും നമ്മൾ എപ്പോഴായിരുന്നാലും ആശാവർക്കെല്ലാം പറഞ്ഞിട്ട് ഗവനിച്ചോളാം. രാത്രിയായാലും പകലായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ നോക്കിക്കോളും. ഈ ജനലില്ല കഥവിലൊക്കെ നമ്മൾ നോക്കും.